അപ്പൊ നിങ്ങൾ കാത്തിരുന്നത് പോലെ തന്നെ നമ്മളെ ഖത്തറിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് അത് തന്നെയാണ്, ഖത്തർ എയർവേസിന്റെ തന്നെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഖത്തർ എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ഖത്തർ ഫ്ലൈറ്റിൽ കയറി. അൽഹംദുലില്ലാ ഭക്ഷണമൊന്നും ഞാൻ കാണിച്ചില്ല, നിങ്ങൾക്കൊന്നും കൊതി വരണ്ടെന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അൽഹംദുലില്ലാ നല്ല ഡിലീഷ്യസ് ഫുഡ് തന്നെയായിരുന്നു ഈ യാത്രയിലുണ്ടായിരുന്നത്. അപ്പൊ പോകുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ അത് ഈജിപ്തിന്റെ തലസ്ഥാനമായിട്ടുള്ള കൈറോയിലേക്കാണ്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന മിസ്ർ എന്ന രാജ്യത്തിലേക്കാണ്. അൽഹംദുലില്ലാ മിസ്റിന്റെ കഥ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ ഓർമ്മ വരും. ഏതായിരുന്നാലും നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ടാകുന്ന സ്ക്രീനിൽ നമ്മൾക്ക് നമ്മളുടെ എവിടേക്കാണ് ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ ഫ്ലൈറ്റ് എവിടെ എത്തിയിട്ടുണ്ട്, എത്ര ദൂരം പോകാനുണ്ട്, എത്ര ഉയരത്തിലാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ഉള്ളത്, അതിൻ്റെ ടെമ്പറേച്ചർ പുറത്തും അകത്തും എത്രയാണ് ഉള്ളത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ ചില ആളുകൾ സിനിമ നോക്കുന്നവരുണ്ടാവും, ചിലർ ഖുർആൻ കേൾക്കുന്നവരുണ്ടാവും, അങ്ങനെ തുടങ്ങി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നവരുണ്ടാവും. ഏതായിരുന്നാലും നമ്മൾക്ക് നമ്മളുടെ സീറ്റിൽ കിട്ടിയത് നമുക്ക് നല്ലോണം ഉപയോഗപ്പെടുത്താൻ പറ്റിയത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളും എവിടെയാണ്, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ഏത് വഴിയിലാണ് പോകുന്നത്, നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തൊക്കെയാണ് ഉള്ളത്, ഏതായിരുന്നാലും ഒരു സ്കൈ വ്യൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രൂപത്തിലുള്ള സെറ്റപ്പുകളൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെടും. ഏതായാലും ഏറ്റവും സങ്കടം എന്താ വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഗസ സിറ്റിയുടെ അടുത്തൂടാണ് നമ്മൾ പോകുന്നത്. ഖത്തറിന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു ശുഭവാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ നിലവിൽ ഗസയിൽ റഫാ അതിർത്തിയിൽ, അതേപോലെ തന്നെ ഫലസ്തീനും നമ്മുടെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പം അന്തിമമായിട്ട് ഒരു വെടിനിർത്തൽ കരാറുകളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ ഖത്തറിന്ന് കയറിയത്. ഏതായിരുന്നാലും അപ്പോൾ ഗസ അതിർത്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈജിപ്ത് റഫ സ്ട്രൈപ്പിലൂടെ ഔദ്യോഗികമായിട്ട് പോകുന്ന ഒരു അതിർത്തി ഏതായിരുന്നാലും ഈജിപ്തിൻ്റെയും അതുപോലെ തന്നെ ഫലസ്തീൻ്റെയും ഇടയിലുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ ഈ മാപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പം അവിടെ സമാധാനം പുലരട്ടെ, അതിന് ഏറ്റവും മുന്നോടിയായിട്ട് മുന്നിൽ ശക്തിയോടുകൂടി നിൽക്കുന്നത് ഈജിപ്താണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ വായിച്ചപ്പോൾ വളരെ സന്തോഷമായി. ഏതായിരുന്നാലും ഈജിപ്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലോകത്ത് ഇത്രത്തോളം പഴക്കമുള്ള ചരിത്രങ്ങൾ ഉറങ്ങിക്കൊടുക്കുന്ന ചില രാജ്യങ്ങളിൽ പെട്ട ഒരു പ്രധാന രാജ്യമാണ് നമ്മുടെ മിസ്ർ. അന്ന് നമുക്കറിയാം യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാമും അതുപോലെ തന്നെ ബിന്യാമിൻ, അതേപോലെ തന്നെ സുലൈഖ ബീവി തുടങ്ങിയവരുടെയൊക്കെ ചരിത്രം നമ്മൾ ഖുർആനിലൂടെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി.